5-ാം ദിവസത്തെ യുദ്ധത്തെപ്പറ്റി വിവരിക്കുവാൻ തുടങ്ങുന്നതിനു മുൻപ് സഞ്ജയനോട് ധൃതരാഷ്ട്രർ പറഞ്ഞു, സഞ്ജയ, ഞാൻ കേൾക്കുന്നത് മുഴുവൻ എൻ്റെ പുത്രന്മാരുടെ പരാജയവും പാണ്ഡവരുടെ വിജയവുമാണല്ലോ. ഇതിനെന്താണ് കാരണം സഞ്ജയ? ഭീഷ്മർ, ദ്രോണർ, കൃപൻ, ശല്യർ, അശ്വത്ഥാമാവ് തുടങ്ങിയ അനേകം യുദ്ധവീരന്മാരാണ് നമ്മുടെ സൈന്യത്തിലുള്ളത്. എന്നിട്ടും എൻ്റെ മക്കൾക്ക് പരാജയം സംഭവിക്കുന്നു. പാണ്ഡവരുടെ സൈന്യം അത്ര വലുതുമല്ല. എന്നിട്ടും യുദ്ധദിനങ്ങളിൽ പലപ്പോഴും അവർക്കാണ് വിജയം ലഭിക്കുന്നത്. ഇതറിയുമ്പോൾ എനിക്ക് അത്ഭുതവും ഭയവും ഒന്നിച്ചു തോന്നുന്നു. ഭീമസേനൻ എൻ്റെ മക്കളെയെല്ലാം വധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ദുഃഖങ്ങളെല്ലാം ഞാൻ എങ്ങനെയാണ് നേരിടുക? ഇത് കേട്ട് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു, രാജാവേ, ഇത് മറ്റാരുടെയും കുറ്റമല്ല. ഭീഷ്മർ, വിതുരൻ തുടങ്ങിയവരെല്ലാം അങ്ങയെ ഉപദേശിച്ചു. അങ്ങ് കേട്ടില്ല. അങ്ങയുടെ പുത്രന്മാരെ ഇഷ്ടം പോലെ ജീവിക്കുവാൻ അനുവദിച്ചു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ എല്ലാവരും അനുഭവിക്കുന്നത്.